ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പാടെ എൻ്റെ കുളി കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്നാൽ ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്മാവൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നാക്കി വെച്ച് കൊടുക്കും. അപ്പോൾ അമ്മയ്ക്ക് അത് വന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അമ്മ തന്നെയാണ് കേട്ടോ കൂട്ടാനുള്ളതായാലും അതുപോലെ തന്നെ ഉപ്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മൾ അമ്മേനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് അമ്മയ്ക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ അമ്പലത്തിൽ പോകണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അടിച്ചു വാരലാകും, മിറ്റൊക്കെ അടിച്ചു വാരി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അതറിയാം. ഞാൻ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഏകദേശ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് പോകാൻ എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ അത് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. അപ്പോൾ വേഗം മുറ്റൊക്കെ അടിച്ച് പിന്നെ ഞാൻ അകമൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഒരു 7:30 ഒക്കെ ആവാറായിട്ടോ. അപ്പോൾ 7:30 ആകുമ്പോൾ അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അച്ഛനോട് കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് നടന്ന് മെല്ലെ വന്നാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ എനിക്ക് വന്ന് പിന്നെ ബാക്കി ചായ ഉപ്പാവൊക്കെ അമ്മ ചെയ്തോളും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാനും പറ്റും കേട്ടോ. ഏട്ടനും മോനെ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത്. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞ് ഞാൻ നേരെ ഡ്രസ്സ് മാറി അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ അച്ഛനെ കൊണ്ടാക്കി തന്നു. കൊണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് നടന്നു വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മോനെ എണീറ്റ് അവൻ്റെ പല്ലിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പിറന്നാളെന്ന് പറഞ്ഞിട്ട് ആൾക്ക് വലിയ കുസലൊന്നുമില്ല. അപ്പോൾ കൊച്ചു TV ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അവന് ഉപ്മാവൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് വിടാനായിട്ട് റെഡിയാക്കി കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ആളിന്ന് സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞിട്ട് റെഡി ആവൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇതേ കസാരയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുക, തിരിച്ചു വരിക, പിന്നെയും പോവുക, തിരിച്ചു വരിക, ഒരു വിധത്തിലാണ് ഇന്നലെ കൊണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ കുട എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും തിരിച്ചു പോയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതേ ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ ആ നേരം കൊണ്ട് അമ്മ അവിടെ നിന്ന് സാമ്പാർ അതുപോലെ ഒരു ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ പായസം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ സാമ്പാറിനുള്ള പണി തിരക്കിലാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ തുടയ്ക്കലും എൻ്റെ പാത്രം കഴുകലൊക്കെ അവസാനിപ്പിച്ച് അലക്കലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഉപ്പേരി റെഡിയാക്കുന്നുണ്ട്. കാബേജ് ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുകളിൽ പോയിട്ട് തുണികളൊക്കെ തോരയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോയിട്ട് മുകളിൽ തുണികളൊക്കെ വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് എനിക്ക് അത്ര അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ പിറന്നാൾ വൻ വിജയമാക്കി ആഘോഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് കിട്ടണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പണ്ട് തൊട്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ആ ദിവസം ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കണം, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ അങ്ങനെ പോകണം, അങ്ങനെ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ പിറന്നാൾ ഇങ്ങനെയാവണം അങ്ങനെയാവണം അങ്ങനെ ഒരു ഇതുമില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെയൊക്കെ പിറന്നാൾ ആഘോഷിക്കുക വലിയ ഇഷ്ടമാണ്. മോൻ്റെ ഒക്കെ പിറന്നാൾ വന്നാൽ കേക്ക് മുറിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ തുണി തോരയിടലൊക്കെ കഴിഞ്ഞാൽ വരുമ്പോൾ അമ്മ അവിടെ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ സേമിയ മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് പാലടയാണ് ഇഷ്ടം. അപ്പോൾ ഉച്ചത്ത് ഊണൊക്കെ കഴിഞ്ഞ് നല്ല പായസം കുടിക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അത് കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങിയൊക്കെ എണീക്കുമ്പോഴേക്കും പിന്നെ അവനെ കൊണ്ടുവരാറായി. അപ്പോൾ മോൻ വന്നിട്ട് അവൻ്റെ കുട നാശായതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്നോട് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എന്താ ഉണ്ടായേ ഒന്നും ആൾക്ക് പിടിയില്ല. അപ്പോൾ വന്ന പാടെ തന്നെ പായസം വേണമെന്ന് വെച്ചപ്പോൾ പായസം വേണമെന്ന് പറഞ്ഞു പായസം കുടിക്കുകയാണ് കേട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമാണ് പായസമൊക്കെ കുടിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മൾ ചായ വെച്ചു. എനിക്ക് പായസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചായയുടെ ആവശ്യമേ ഇല്ല കേട്ടോ, പായസം മതി, ഞാൻ കുടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ കളിയായി, എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഏട്ടൻ ജോലി കഴിഞ്ഞ് എത്തും കേട്ടോ. 5:30 വരെ ഉള്ളൂ. അപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് ഉമ്മർത്തിരുന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.